നിർധന കുടുംബങ്ങളിലെ ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ ചത്തു തൊലഞ്ഞാൽ വീട് വെച്ച് നൽകും, ധനസഹായം നൽകും, കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് ജോലിയും നൽകും. പിണറായി സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയാണ്. ചാകുന്നവന് പ്രായപരിധിയില്ല, അതായത് കുട്ടികളോ മുതിർന്നവരോ ആരായാലും മതിയെന്ന്. സ്വയം ചാകാൻ പറ്റില്ലെങ്കിൽ സർക്കാരായിട്ട് അതിനും വഴിയുണ്ടാക്കിത്തരും. കെട്ടിടം പൊളിഞ്ഞു വീണോ ഷോക്ക് ഏൽപ്പിച്ചോ സർക്കാരിന് വഴികൾ പലതാണ്. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് വീട് വെച്ച് നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഉയരുന്ന വലിയ പ്രതിഷേധമാണ് ഇത്. മരണം വെച്ച് സർക്കാർ കച്ചവടം നടത്തുകയാണോ എന്നാണ് മലയാളി പൊട്ടിത്തെറിക്കുന്നത്. മരണവീട്ടിൽ പോകും വഴി മന്ത്രി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ ശിവൻകുട്ടിക്ക് വല്ലാതങ്ങ് കലി കയറി. മാധ്യമങ്ങൾക്ക് മുന്നിൽ ശിവൻകുട്ടി പറഞ്ഞ ഒരു ഡയലോഗുണ്ട്: പ്രതിഷേധം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ആ കുടുംബത്തിന് വേണ്ട അടിയന്തര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, 3 ലക്ഷം രൂപ കൊടുത്തു, കൂടാതെ കുടുംബാംഗങ്ങൾക്ക് പോക്കറ്റ് മണി വരെ കൊടുത്തു എന്ന്. ആ 13കാരന്റെ മരണത്തിന് നിങ്ങളിട്ട വിലയാണോ 3 ലക്ഷം പോക്കറ്റ് മണി? ചിഞ്ചു റാണിയുടെ സൂമ്പയേക്കാൾ വലിയ തോൽവിയായി പോയി മന്ത്രിയുടെ പോക്കറ്റ് മണി പ്രസ്താവന. കോടികൾ കൊടുത്താലും വീടല്ല മണിമാളിക വെച്ചു കൊടുത്താലും ആ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചത്തു തന്നാലേ ഞങ്ങൾക്ക് വീടും കുടിയും സർക്കാർ തരികയുള്ളോ എന്ന ചോദ്യം ഉയരുകയാണ്. ഒരു കൂര പോലും ഇല്ലാത്തവന്റെ കഷ്ടപ്പാട് സർക്കാർ അറിയുന്നില്ലേ? സർക്കാരിന് മുന്നിലേക്ക് അതെത്തണമെങ്കിൽ ഒരു ദുരന്തം സംഭവിക്കണമായിരിക്കും. ഇപ്പോൾ മിഥുന് വീട് വെച്ച് നൽകും, അനുജന് 12ാം ക്ലാസ് വരെ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് വീട്ടമ്മ മരിച്ചപ്പോൾ അവർക്കും വീട് വെച്ചു കൊടുക്കും, മകന് ജോലി കൊടുക്കും. തിരുവനന്തപുരത്ത് തോട്ടിൽ മാലിന്യം വാരാൻ ഇറങ്ങിയ ജോയി മരിച്ചത് കേരളം മറന്നിട്ടുണ്ടാകില്ലല്ലോ. അമ്മയും മകനും ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താമസമെന്ന് അന്നാണ് സർക്കാരും കോർപ്പറേഷനും പഞ്ചായത്തും ബന്ധപ്പെട്ടവരും ഒക്കെ അറിഞ്ഞത്. ജോയി മരിച്ചതോടെ ആ അമ്മയ്ക്ക് താമസിക്കാൻ വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപനം വന്നു. ആ പാവപ്പെട്ട മനുഷ്യന്റെ വലിയ ആഗ്രഹം ഒരു വീട് വയ്ക്കണം, അമ്മയോടൊത്ത് സമാധാനത്തോടെ കഴിയണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഒരു വീടെന്ന സ്വപ്നത്തിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു ജോയിക്ക്. ഒരു ദിവസമെങ്കിലും ആ അമ്മയ്ക്ക് സ്വന്തം മകനെ ഓർത്ത് കണ്ണീർ പൊഴിക്കാതെ ആ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമോ? മാരായമുട്ടത്തായിരുന്നു ജോയിയുടെ വീട്, CPM ഭരിക്കുന്ന ഇടം. എന്നിട്ടും തകർന്നു വീഴാറായ ഒരു വീട്ടിൽ ആ പാവങ്ങൾ കഴിഞ്ഞിരുന്നത് ഭരണക്കാർ ആരും അറിഞ്ഞില്ല. ജോയി അഴുക്കുചാലിൽ വീണ് മരിക്കേണ്ടി വന്നു ആ കുടുംബത്തിന്റെ ദയനീയത അധികാരികൾ അറിയാൻ. ഇങ്ങനെ എത്രയെത്ര കേസുകൾ ഇതിനോടകം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ് ഇതുപോലെ പാവങ്ങളുടെ ഗതികേടുകൾ നാടറിയുന്നത്. പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വിവാദം കെട്ടടക്കാനും സർക്കാർ വക പോക്കറ്റ് മണി, വീട്, ഒരാൾക്ക് ജോലി, വാഗ്ദാനങ്ങൾ. കഷ്ടമാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്വപ്നതുല്യമായ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്കും ജീവിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല? ഈ സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ പട്ടിണി പാവങ്ങളും കൂരയില്ലാത്തവനും ഉണ്ടാകില്ല എന്നൊക്കെ ആയിരുന്നല്ലോ വാഗ്ദാനങ്ങൾ. ഭരണത്തിൽ കയറി 9 കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പാവപ്പെട്ട പാർട്ടി, തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനം, ഗീർവാണമടിക്ക് ഒരു കുറവുമില്ല. ഇനിയും ഇതുപോലെ എത്ര പേരെ കൊലയ്ക്ക് കൊടുക്കും എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ്. ഇവിടുത്തെ പ്രതിപക്ഷവും കണക്കാണ്. ദുരന്തമുണ്ടാകുമ്പോൾ അത് വെച്ച് രാഷ്ട്രീയം കളിക്കുന്നതല്ലാതെ നിങ്ങൾക്കും ഈ നാടിനോട് എന്ത് പ്രതിപത്തിയാണുള്ളത്? ഭരിക്കുന്നവന്മാരും പ്രതിപക്ഷത്തിരിക്കുന്നവന്മാരും തുടങ്ങി എല്ലാവന്മാരും മലയാളികളെ കൊന്നു തിന്നുന്നു. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധം കനത്തതോടെ തടി തപ്പാൻ സർക്കാർ ചില പൊടിക്കൈകൾ തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റിനെയും KSEBയെയും പോലീസ് പ്രതി ചേർക്കും എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും കേസെടുക്കുമത്രേ. അന്വേഷണത്തിന് ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിൽ 6 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. ശാസ്താംകോട്ട CI ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. CPM ലോക്കൽ സെക്രട്ടറിമാരടക്കം ഉൾപ്പെടുന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. അപകടമുണ്ടാക്കിയ വൈദ്യുതി ലൈനുകൾ ഇന്നലെ രാത്രി KSEB നീക്കം ചെയ്തിരുന്നു. മിഥുന്റെ മരണത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത്. സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെയും KSEBയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ പിഴവാണ്.
എന്നിട്ടും പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ ഭരണം കൈയാളുന്ന CPM-ന്റെ നെറികെട്ടവന്മാരെ സംരക്ഷിക്കുന്ന നടപടിയായിരുന്നു മന്ത്രി ശിവൻകുട്ടി സ്വീകരിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മാനേജ്മെന്റിനെയും KCBയെയും ഒക്കെ പ്രതി ചേർത്ത് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചിരിക്കുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇവന്മാരൊക്കെ രക്ഷപ്പെടും. സുരക്ഷയുടെ പേരും പറഞ്ഞ് പാവപ്പെട്ട കർഷകന്റെ കൃഷിയിടത്തിലെ 406 കുലച്ച വാഴകൾ വെട്ടിമാറ്റിയ KSEB കഴിഞ്ഞ 8 വർഷമായി കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് മുകളിൽ അപകടകരമായി നിന്ന ലൈൻ കമ്പി കണ്ടില്ലത്രേ. പക്ഷേ KSEBയെ വെളുപ്പിച്ചായിരുന്നു ശിവൻകുട്ടിയുടെ സംസാരം. പ്രിയപ്പെട്ട മിഥുന്റെ സ്കൂളിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. തേവലക്കര സ്കൂളിൽ ശിങ്കിടികളോടൊപ്പം പോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അതെടുത്ത് ഫേസ്ബുക്കിൽ തള്ളി മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തള്ളിയ ഡയലോഗായിരുന്നു ഇത്. കൊള്ളാം മന്ത്രി, ഡയലോഗൊക്കെ നല്ലതാ, പക്ഷേ ഏക്ഷൻ അത്ര പോരാ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണമല്ലോ. അല്ലാതെ അടിമക്കമ്മികളുടെ കയ്യടിക്ക് വേണ്ടിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഇമാതിരി ഗിമ്മിക്കും കൊണ്ട് ഇറങ്ങരുത്. സ്കൂളിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ ശിവൻകുട്ടി സസ്പെൻഡ് ചെയ്തത് പ്രധാന അധ്യാപികയെ മാത്രമായിരുന്നു. അതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. അങ്ങനെ സ്കൂളിൻ്റെ പ്രധാനികളെ ഒന്നും തൊടാൻ ശിവൻകുട്ടിക്കും കഴിയില്ലല്ലോ, കാരണം അവരൊക്കെ CPMകാരാണ്. 3 ഫേസ് വൈദ്യുതി ലൈന് തൊട്ട് ചേർന്ന് സൈക്കിൾ ഷെഡ് നിർമ്മിച്ച CPM നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചയെപ്പറ്റി മന്ത്രി ഒന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഉത്തരവാദികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായതുമില്ല. ആകെ ഇപ്പോൾ ഉണ്ടായത് വെറുതെ പ്രഹസനത്തിനു വേണ്ടി പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. വൈദ്യുതി ലൈന് 88 സെൻറ്റിമീറ്റർ താഴെ എങ്ങനെ ഷെഡ് നിർമ്മിച്ചു എന്നറിയില്ല. പ്രധാന അധ്യാപികയെ മാത്രം സസ്പെൻഡ് ചെയ്ത് തടി തപ്പാമെന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി കരുതിയത്. പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. പണി പാലും വെള്ളത്തിലാണ് ശിവൻകുട്ടിക്ക് കിട്ടിയത്. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് വലിയ നടപടി സ്വീകരിച്ചു എന്ന് തള്ളിയ മന്ത്രിയുടെ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നും അവിടെ ഷെഡ് പണിതത് പ്രധാന അധ്യാപിക സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന്. സഖാക്കന്മാർ ഭരിക്കുന്ന സ്കൂളിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ സഖാക്കന്മാർ അറിയണമല്ലോ. സ്കൂളിലെ പല നിർമ്മിതികളും അനധികൃതമാണ്. ആ സ്കൂളിൽ നേരിട്ട് പോയി വിലയിരുത്തിയെന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടും അവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ എന്തേ കണ്ണിൽ പെട്ടില്ലേ? എന്നിട്ട് അതിന് കാരണക്കാരായവർക്കെതിരെ എന്ത് നടപടി ശിവൻകുട്ടി സ്വീകരിക്കും? അത് ജനങ്ങളോട് നേരിട്ട് വ്യക്തമാക്കണം. അല്ലാതെ ഒരു അധ്യാപികയെ മാറ്റി നിർത്തിയെന്ന് വീമ്പിളക്കിയിട്ട് കാര്യമില്ല. ഓരോ വർഷവും ലൈനിൽ പരിശോധന നടത്തേണ്ട KSEB അധികൃതരും 13കാരൻ മരിക്കുന്നതുവരെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഒത്ത നടുവിലൂടെ 4.5 മീറ്റർ ഉയരത്തിൽ വൈദ്യുത ലൈൻ വലിച്ച KSEB അധികൃതരുടെ നടപടി ഗുരുതര വീഴ്ചയാണ്. അനുമതിയില്ലാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ് പരിഗണിക്കാതെയാണ് സ്കൂളിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്കൊല്ലവും നടപടിക്രമത്തിന്റെ ഭാഗമായി സ്കൂൾ സന്ദർശിച്ചിട്ടും ഈ ഗുരുതര സുരക്ഷാ വീഴ്ച കണ്ടില്ല. 10 വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. എന്നാൽ ഇത് തദ്ദേശ വകുപ്പ് അംഗീകരിക്കുന്നില്ല. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അങ്ങേയറ്റം കുറ്റബോധമുണ്ടെന്നാണ് സ്കൂൾ മാനേജർ പറഞ്ഞിരിക്കുന്നത്. എന്ത് നടപടി ഉണ്ടായാലും അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. വേദനാജനകമായ സംഭവമാണ് നടന്നത്. കുറ്റബോധത്താൽ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയാണുള്ളതെന്നും പറഞ്ഞ് മാനേജർ തടി തപ്പിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ പാവപ്പെട്ട നിർധന കുടുംബങ്ങൾക്ക് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതി കൊള്ളാം. ഒരാളെങ്കിലും ചത്തു തൊലഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകാമെന്ന്.